ഹലോ കൂട്ടുകാരെ, രാത്രി ഞാൻ ഒരു സിമ്പിൾ ദോശ ചുടാണ്. പൊടി ഇതിലിട്ട് കുറച്ച് ഉപ്പ് പാകത്തിന് ഇടുക. അരിപ്പൊടി സാധാരണ നൈസ് പത്തിലിൻ്റെ അരിപ്പൊടി. എന്നിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. കുറച്ചും കൂടി വെള്ളം പോരാ, കുറച്ചും കൂടി ഒരു ദോശമാവിന് കലക്കുമ്പോൾ കട്ടില്ലാത്തൊരു, അധികം തിക്കാകാനും പാടില്ല, പച്ച വെള്ളമാകാനും പാടില്ല, അങ്ങനത്തെ ഒരു കലത്തിൽ എണ്ണ ഓയിൽ ഏതായാലും മതി. ഏസപ്പം എന്നാൽ അപ്പം സോഫ്റ്റായി നിൽക്കുള്ളൂ. നമുക്കൊരു കോഴിമുട്ട, എന്നിട്ടത് മിക്സിയിലൊന്ന് അടിക്കണം. അതിന് ശരിക്കും എല്ലാം എടുത്താവുള്ളൂ. സോഫ്റ്റായ ദോശ. നമ്മൾ അരി അരച്ചൊരു പരിഭവം കിട്ടും. അതിലേക്ക് ദോശിക്കാൻ പറ്റില്ല. എന്നിട്ട് ഒറ്റ മിക്സിയിലിട്ടൊന്ന് അടിച്ച് സോഫ്റ്റ് ഒരു മയം കിട്ടാൻ എണ്ണ തടവി കൊടുക്കാം. എല്ലാവരും രാത്രി ചോറ് നല്ലത്. ചോറിന് പകരം നമ്മൾ ട്രൈ ചെയ്ത് വെക്കണം. കേടില്ല, വയലില്ല, ഒന്നുമില്ല. ഷുഗർ, പ്രഷർ അങ്ങനത്തെ ഒന്നും സിമ്പിളായിട്ട് എല്ലാവർക്കും പറ്റുന്ന സൈസാണ്. അസുഖക്കാർക്കൊക്കെ തിന്നാൻ പറ്റില്ല. ഹലോ കേട്ടോ. അതാ ഞാൻ ദോശ, സോഫ്റ്റായ ദോശ രാത്രിക്കത്തെ ഈവനിങ് ആണല്ലോ. എല്ലാവർക്കും ചോറ് വേണ്ട. ഞാൻ നാളെ നോൻപ് വെക്കണം വിചാരിച്ചിട്ടുണ്ട്. അപ്പം അത്താഴത്തിനും ഒരു 2-3 എടുക്കുക. ഞങ്ങൾ 2-3 പേരുള്ളൂ. അവർക്ക് ഇത് തന്നെ ധാരാളം. നല്ല സോഫ്റ്റായ ദോശയാണ്. ദോശയ്ക്ക് കറി അയിലക്കറിയാണ്. അതിൽ തേങ്ങ അരച്ച കറി. കുട്ടി ദോശ കഴിക്കാൻ. ദോശ രാത്രി ഈവനിങ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ, ട്രൈ ചെയ്ത് നോക്കണേ. എണ്ണയും കൊഴുപ്പൊന്നും ഇല്ലാതെ വെച്ച മീൻ കറിയാണ്. ഇപ്പോൾ ഇത് ഉള്ളി പാട്ടിയിട്ടൊന്നുമില്ല. വെറുങ്ങനെ മുളകും മല്ലിപ്പൊടി സാധനങ്ങളൊക്കെ ഇട്ട് മാങ്ങയൊക്കെ ഇട്ട് അങ്ങനെ വെച്ചൊരു മീൻ കറി.